എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഉദയഭാനു ശ്രീകരൻ ചേർന്നിട്ട് ഒരു വലിയ കൊട്ടാരം പോലെ ഒരു വീടൊക്കെ വാടകയ്ക്ക് എടുക്കുന്നുണ്ട്. ഇനിയിപ്പം കല്യാണമാണ് വരാൻ പോകുന്നത്. അപ്പൊ എൻഗേജ്മെന്റ് ഈ വീട്ടിൽ വെച്ച് തന്നെ നടത്തണം. ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. ബാലന് തങ്ങളോടൊരു മതിപ്പൊക്കെ തോന്നണം. അപ്പൊ ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് വീട് വാടകയ്ക്ക് എടുക്കുന്നത്. അങ്ങനെ വാടകയ്ക്ക് വീട് കൊടുത്തിട്ട് അതിന്റെ ഓണർ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ഉദയഭാനു പറഞ്ഞു, സൂപ്പർ വീടാ, കൊള്ളാലേന്ന് ചോദിക്കാം. പിന്നെ കൊള്ളാവോന്നോ, ഈ വീട് കണ്ടാൽ തന്നെ ബാലിന് അതിന് മറന്നു പോകും. ബാലിനപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവും. നമ്മൾ വലിയ കോടീശ്വരന്മാരാന്ന് തന്നെ മനസ്സിലാവുമെന്ന് പറയാം. അധികം വൈകാതെ ഇങ്ങോട്ട് മാറണമെന്ന് പറയാം. അത് ശരിയാ. പിന്നെ ഒരു കാരണവശാലും കല്യാണത്തിനും ആരും പറഞ്ഞ് ബാലിന് കാര്യങ്ങളൊന്നും അറിയില്ലെന്ന് പറയാം. ആര് പറഞ്ഞറിയാനായിട്ടാ, ആരും പറഞ്ഞറിയാനൊന്നും പോകുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം. കല്യാണം കഴിയുന്നോടം വരെ മതി ഈ വീട്. പിന്നെ അതിനുശേഷം പിന്നെ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. പിന്നെ ബാലിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ അതേ കാലമൊന്നും ഇവിടെ ഇല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ താമസിക്കുന്നതെന്ന്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് പിന്നെ ടെൻഷന്റെ കാര്യമില്ല. മോളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ മതി എന്ന് പറയണം. അങ്ങനെ സന്തോഷത്തോട് വിട്ട് ഉദയഭാനും ഭാര്യയും കൂടെ വീട്ടിലേക്ക് വരിക. ശ്രീദേവി വെച്ചു, പോയ കാര്യം എന്തായി നടന്നോന്ന് ചോദിക്കണം. ഈ സമയം സ്ത്രീകളെ എന്ത് ചെയ്യണം, കയ്യിൽ നിന്ന് താക്കോലെടുത്ത് കാണിച്ചിട്ട് നോക്കും മോളെ, കണ്ടോ അച്ഛനും അമ്മയും പോയിട്ട് എന്തെങ്കിലും കാര്യം സാധിക്കാതെ മടങ്ങി വന്നിട്ടുണ്ടോ? ആ കാര്യം സാധിച്ചിരിക്കുന്നു. ആ വീടൊന്നും പോയി കാണണ്ടാന്ന് പറയാണ്. ഇത് കേട്ടതും ശ്രീദേവി പറഞ്ഞു, പ്രശ്നമാകുമോ? എന്ത് പ്രശ്നമാവാനായിട്ട്? ഒരു പ്രശ്നമാവാൻ പോകുന്നില്ല. മോളുടെ കല്യാണം മാത്രമേ ഞങ്ങളുടെ മനസ്സിലുള്ളൂ. അത് കഴിയുന്നിടം വരെ നമ്മൾ സേഫ് ആയിരിക്കും, നമുക്കൊരൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയാണ്. ആ സമയം ശ്രീകല പറഞ്ഞു, ഈ ചേച്ചിക്ക് എന്ത് പറഞ്ഞാലും ഒരു നെഗറ്റീവാ. ചേച്ചിയുടെ മനസ്സിൽ ഇപ്പോഴും ആദ്യാന്ന് പറയാണ്. എന്റെ മോളെ എന്തിനാ നീ ഇങ്ങനെ ആദ്യ പിടിക്കുന്നേ? ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ നമുക്ക് ശുക്രൻ ഉദിച്ചില്ലേ, നമ്മുടെ കഷ്ടകാലങ്ങളൊക്കെ മാറി, ശനിദേശയൊക്കെ മാറി എന്ന് പറയാണ്. അങ്ങനെ സന്തോഷത്തോടിട്ട് അവരങ്ങോട്ട് കയറി പോവാണ്. ആ സമയം പതിവ് പോലെ തന്നെ ആര്യന് പോകാനായിട്ട് ഇറങ്ങുവാണ്. അങ്ങനെ മിത്രനെ കൊണ്ട് കോളേജ് വിട്ടിട്ടാണ് ആര്യം പോകുന്നത്. അപ്പൊ ആര്യം പറഞ്ഞു, ഇന്ന് രാവിലെ ഒരു 11 മണി വരെ ഫുഡ് ഡെലിവറിക്ക് പകരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ മാർക്കറ്റിൽ എനിക്ക് ലോഡ് ഇറക്കുന്ന ജോലിയും കൂടെ ഉണ്ടെന്ന് പറയണം. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും മിത്രയ്ക്ക് ഭയങ്കര സങ്കടം. മിത്ര പറഞ്ഞു, വേണ്ട ആര്യ, എന്തിനാ എങ്ങനെ കഷ്ടപ്പെടുന്ന? ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ എന്തെങ്കിലും ജോലിക്ക് പോകാം. അതാണ് പിന്നെ ആരും ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയാം. അതൊന്നും ഓർത്തിട്ട് നീ വിഷമിക്കണ്ട. ഇപ്പൊ നിന്റെ ചിന്ത ഒന്നിന് മാത്രം മതി, പഠിത്തം. അതിനപ്പുറം നീ ഒന്നിനെ കുറിച്ച് ചിന്തിക്കണമെന്ന് പറയണം. എന്നാലും ആര്യ, വേണ്ടാന്ന് പറഞ്ഞില്ലേ, വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കണ്ടെന്ന് പറയണം. എനിക്കറിയാം കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നീ ഭംഗിയായിട്ട് അങ്ങോട്ട് ചെയ്യാൻ പറയണം. പിന്നീട് ആര്യം നേരെ മാർക്കറ്റിലേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഡീലറെ കണ്ട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് പറഞ്ഞു, അതെ ഈ സാധനങ്ങളെല്ലാം ഞാൻ പറയുന്നിടത്ത് എത്തിക്കണമെന്ന് പറയണം. അങ്ങനെ അഡ്രസ്സും കൊടുത്തു. അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആരിനൊന്ന് ഞെട്ടി. കാരണം ഗോമതി സ്റ്റോഴ്സിലേക്ക് ഇറക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റും അതിനകത്തുണ്ടായിരുന്നു. അവിടെ കുറച്ച് സാധനങ്ങൾ ഇറക്കാണ്ട്, വലിയ സാധനം പലചരക്ക് സാധനങ്ങളാണല്ലോ, അപ്പൊ വലിയ ബോക്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതും ഇറക്കണം. അപ്പൊ ആരും തന്നെയാണ് ഇറക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നത്. വണ്ടി ഓടിച്ചു പോകണം, അവിടെ കൊണ്ട് ഇറക്കുകയും ചെയ്യണം. ആരും പിന്നെ ഒരു മടിയും കാണിച്ചില്ല. തന്റെ ജോലിയാണിത്, തനിക്ക് ചെയ്തല്ലേ മതിയാവുള്ളൂ. അങ്ങനെ ആരും വണ്ടി ഓടിച്ചു പോവാണ്. അങ്ങനെ ഇറക്കേണ്ട 1-2 സ്ഥലത്തൊക്കെ കൊണ്ട് ഇറക്കി. അവിടെയൊക്കെ സഹായത്തിന് കടയിലുള്ള ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഗോമതി സ്റ്റോഴ്സിലേക്ക് വരുവാണ്. അവിടെ വന്നു കഴിഞ്ഞിട്ട് ആര്യൻ വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങുവാണ്. വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ആകാശും ധർമ്മനും ഒക്കെ ഈ കാഴ്ച കണ്ടു. ആര്യൻ അങ്ങോട്ട് വന്നിറങ്ങുന്നത്. ആഹാ ആര്യ, എടാ നീ എന്താടാ ഇവിടെന്ന് ചോദിക്കാം. അത് പിന്നെ മാമ ഈ ലോഡ് ഇറക്കാൻ വന്നാന്ന് പറയണേ. നീ എന്താ ഈ ലോഡ് ഇറക്കാനായിട്ട്? അത് പിന്നെ ഞാൻ ഇന്നു മുതൽ പുതിയൊരു ജോലിയും കൂടെ തുടങ്ങി. ഫുഡ് ഡെലിവറി മാത്രമല്ല ഇതും കൂടെ ഉണ്ടെന്ന് പറയണ. നീ എന്തൊക്കെയാ ആര്യ ചെയ്യുന്നേ? നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ധർമ്മം ചോദിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് പറ്റുന്ന പണി ഇതൊന്നും അല്ല കേട്ടോ. നീ ഇതൊക്കെ നിർത്തിയിട്ട് മര്യാദയ്ക്ക് പഠിക്കാൻ പോകാൻ നോക്കുക, അല്ലെങ്കിൽ നീ വീട്ടിലേക്ക് തിരിച്ചു പോവാ. വെറുതെ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? കണ്ടിട്ട് സഹിക്കുന്നില്ലോടാന്ന് പറയാം. ആകാശ് പറഞ്ഞു, ആര്യ, നീ വെറുതെ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടണ്ട എന്ന് പറയണേ. വേണ്ട, ഇതൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാന്ന് പറയണം. എന്നൊരു കാര്യം ചെയ്യാം, ഞങ്ങളോട് ഹെൽപ്പ് ചെയ്യാന്ന് പറയണം. അങ്ങനെ സഹായിക്കാൻ തുടങ്ങുമ്പോഴത്തേനാണ് അങ്ങോട്ടേക്ക് ബാലം വരുന്നത്. ആ ലോഡും കൊണ്ട് ആള് വന്നാണോ, കൊണ്ട് ഇറക്കാൻ പറയണം. ആ സമയത്ത് ആകാശിന്റെ ധർമ്മനും കൂടെ അങ്ങ് ചെന്നു. നീക്കത് എവിടെ വേറെ പണിയില്ലേ? ലോഡ് ഇറക്കാൻ വന്നൊരു ലോഡ് ഇറക്കിയോളും, നീക്ക് കടയിൽ വേറെ ജോലിയില്ല, ഇങ്ങോട്ട് വരാൻ പറയാണ്. ഒരു നിമിഷം ആകാശം ധർമ്മനും പരസ്പരം നോക്കി. ആരും പറഞ്ഞു, അതെ മാം പൊക്കോ, ഇത് എനിക്ക് തന്നെ ഇറക്കാവുന്നുള്ളൂ, ഞാൻ ഇറക്കിയോളാന്ന് പറയണം. അങ്ങനെ അവരെ കടയിലേക്ക് വിളിച്ചു കയറ്റി. ആരും തന്നെ വണ്ടിക്കകത്ത് നിന്ന് ആ ലോഡ് ഇറക്കുവാണ്.
ഇത് കണ്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആകാശിനെ കണ്ണ് നിറഞ്ഞു പോയി. പാവം നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്. പക്ഷെ അച്ഛൻ സമ്മതിക്കുന്നില്ല. ബാലനിങ്ങനെ ആനിനെ തന്നെ നോക്കുകയാണ്. പിന്നീട് ആനൊന്നും മൈൻഡ് ചെയ്തില്ല. ആന അതെല്ലാം എടുത്തോണ്ട് കടയ്ക്കകത്തേക്ക് കൊണ്ട് വെക്കുവാണ്. പിന്നീട് പറഞ്ഞു, അതെ ഇങ്ങനെയല്ല കൊണ്ടുവന്ന് ലോഡ് ഇറക്കി വെക്കുന്നേ, അത് അങ്ങോട്ട് നീക്കി വെക്ക, ഇവിടെയൊന്നും അല്ല കൊണ്ടു വെക്കുന്നേ, നിനക്കൊന്നും അറിയത്തില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട ആരിനൊന്നും മിണ്ടാതെ ആ പറഞ്ഞ സ്ഥലത്തേക്ക് വെക്കുവാണ്. അങ്ങനെ ഒന്നും മിണ്ടാതെ ആരിനെ അത് ഇറക്കിയിട്ട് പണം മേടിച്ചാൽ ആരിനെ അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് രാമേട്ടൻ വന്നിട്ട് പറഞ്ഞു, എന്താ ബാല നീ ഇങ്ങനെ, നിന്റെ മകനല്ലേ ഇത്, നീ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പെരുമാറില്ലെന്ന് പറയണം. മകനാണ് പോലും, പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കണം, കല്യാണം കഴിച്ചിട്ട് തോന്നിയാസം കാണിച്ചിട്ട് ഇപ്പൊ വന്നേക്കുന്നു. മകനാന്നുള്ള ആത്മാർത്ഥമൊന്നും എനിക്കിപ്പോ അവനോട് ഇല്ലാന്ന് പറയാണ്. സ്വന്തം ഇഷ്ടപ്പറയാൻ തോന്നിയാസം പോയതല്ലേ, അവനെ അനുഭവിക്കട്ടെ എന്ന് പറയാ. അതേ അളിയ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അളിയ നീ ചെയ്യുന്ന കുറച്ച് ക്രൂരതയാന്ന് പറയണം. ഒരു ക്രൂരതയില്ല അവന്റെ കാര്യത്തില്. അവന് വേണേ വീട്ടിലേക്ക് തിരികെ വരാലോ, അന്തസ്സായിട്ട് ജീവിക്കാലോ. അപ്പൊ അവന് തോന്നിയാസം. അച്ഛനെയും വെല്ലുവിളിച്ച് കുടുംബത്തെയും വെല്ലുവിളിച്ച് നടക്കുന്നവരല്ലേ, അവൻ എന്ത് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറയണം. ഇത് കേട്ടതും ആകാശ് പറഞ്ഞു, അവന്റെ സ്വഭാവം അറിയാലോ അച്ഛന്, അവൻ അങ്ങനെ വിട്ടുകൊടുക്കുന്ന സ്വഭാവമല്ല. അച്ഛനെ പോലെ തന്നെ വാശിക്കാരൻ അവനും. അവന്റെ സ്വന്തം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നേ. അവനെ അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല അച്ഛാന്ന് പറയണം. തോൽപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അവൻ തന്നെ തീരുമാനിക്കട്ടെ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഈ ചുമടെടുക്കാണ്ട് നടക്കുന്നവനാണ് അവന്. അവന് വേണ്ടിയിട്ട് ഞാൻ കുറെ പണം മുടക്കി പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവൻ പഠിച്ചോ? ഇല്ലല്ലോ. അവനിതൊക്കെയാ പറഞ്ഞിട്ടുള്ളൂ. അവനെ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞാന്ന് പറയാണ്. ഇത് കേട്ടതിന് രാമേട്ടൻ പറഞ്ഞു, ഇങ്ങനൊന്നും പറയരുത് ബാല, കാരണം എനിക്കറിയാം നിന്റെ മനസ്സ് നോവുന്ന ഞാൻ അറിയുന്നുണ്ടെന്ന് പറയാം. പിന്നെ എന്റെ മനസ്സ് നോവുന്നുണ്ട് പോലും എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ അങ്ങോട്ട് പോവാണ്. ബാലൻ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് മാറിപ്പോയെന്ന് ഇങ്ങനെ ചിന്തിക്കണം. ബാലന്റെ മനസ്സിൽ നോവുന്നുണ്ടായിരുന്നു, പക്ഷെ ബാലൻ അത് പുറമേ കാണിച്ചില്ല. മകൻ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഉള്ളു പെടയുന്നുണ്ട്, പക്ഷെ ആ പെടച്ചിൽ പുറത്ത് കാണിക്കുന്നില്ല. എല്ലാവരുടെ മുന്നിൽ തന്നെ തല കുനിയരുത്. അവൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന അവന്റെ കുടുംബത്തിന് വേണ്ടി മിത്രയ്ക്കും വേണ്ടിട്ടാണെന്നറിയാം. പക്ഷെ ആരിനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആരിന്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, എങ്ങനെ മിത്രനെ പഠിപ്പിച്ച് IAS കാരിയാക്കണം, അതോടൊപ്പം തന്നെ 101 പവന്റെ സ്വർണം അതുണ്ടാക്കി കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. അതൊക്കെ മാത്രമായിരുന്നു ആരിന്റെ മനസ്സിലെ ചിന്ത. പക്ഷേങ്കിൽ ഈ കാര്യം ആകാശ് വിളിച്ച് മീനാക്ഷിയോട് പറയുന്നുണ്ട്. മീനാക്ഷിക്കും ഭയങ്കര വിഷമമായിപ്പോയി. മീനാക്ഷി വൈകുന്നേരം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിയോടെ ഉണ്ടായിരുന്നു. അപ്പൊ ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്ന സമയത്ത് ധർമ്മൻ ഈ കാര്യങ്ങൾ ഗോമതിയോട് പറഞ്ഞിട്ടുണ്ട്. ഗോമതി അതിന്റെ ഒരു വിഷമത്തിലായിരുന്നു ഗോമതി. അങ്ങനെ മീനാക്ഷി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മീനു എന്ന് പറയാം. എന്താ കാര്യം എന്ന് ചോദിക്കാം. എനിക്ക് ആരിന്റെ കാര്യം ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, പാവ ആര്. ഇന്ന് ധർമ്മൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നപ്പോഴാ പറഞ്ഞേ, അവനാണെങ്കിൽ ഫുഡ് ഡെലിവറി കൂടാതെ വേറെ ലോഡ് ഇറക്കുന്ന ജോലിയും കൂടെ ചെയ്യുന്നുണ്ടെന്ന് പറയുക. ഇത് കേട്ടതും മീനാക്ഷി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമേ, അവൻ കുടുംബത്തെ പുലർത്താൻ വേണ്ടിയിട്ടല്ലേ. അത് മാത്രമല്ല മിത്രയുടെ പഠിത്തങ്ങളും കാര്യങ്ങളും പോകണ്ടേ. ആ ഫുഡ് ഡെലിവറിയും കൊണ്ട് ആ ജോലിയും കൊണ്ട് മാത്രം അവരുടെ കുടുംബം മുന്നോട്ട് പോകുമെന്ന് ചോദിക്കുക. എന്നാലും എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, പാവം എന്റെ മോനെ. ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷ. അവനെക്കുറിച്ച് എനിക്ക് കുറെ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. അവൻ നന്നായിട്ട് പഠിക്കുന്നവനാ, പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിക്കും, ഒരു സ്ഥാനത്തെത്തുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയണേ. ഇതേ അമ്മേ, അവൻ ഇന്ന് ഈ കടന്ന് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അമ്മയ്ക്കും കൂടെ ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയണ. ഞാൻ എന്ത് ചെയ്തിട്ടാ? അമ്മയല്ലേ അവനെ ഈ വിത്തിലാക്കിയത്. അമ്മയുടെ ഒരു തീരുമാനം. അന്ന് അവന്റെ കല്യാണം നടത്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അവൻ പഠിച്ചുകൊണ്ട് നടക്കേണ്ടവനാ. പക്ഷെ അമ്മ എടുത്ത തീരുമാനം, അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ സ്വന്തം ജീവിതം പോലും ഒഴിഞ്ഞു വെച്ച് പെരുമാറിയത് അറിയാലോ. ഇപ്പോഴവൻ അവന്റെ കുടുംബം പോറ്റാനായിട്ട് അവനാ ആണെടുത്തനമ്മേ. കണ്ടോ, കല്യാണം കഴിച്ച അമ്മയുടെ ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചാണെങ്കിലും അവൻ അവളെ കൈവിട്ടില്ല, കൈ പിടിച്ച് കൊണ്ടു നടക്കുവതെ. ഇപ്പോഴാണെങ്കിലും അവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാ അവൻ കിടന്ന് കഷ്ടപ്പെടുന്നേ. ഇതേ അമ്മ ഈ കഷ്ടപ്പാട് അമ്മയ്ക്ക് കണ്ടില്ലെന്ന് സഹിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അമ്മയാണല്ലോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ. പക്ഷേങ്കിൽ ആരുടെ മുന്നിൽ തല കുനിച്ചു കൊടുക്കാനായിട്ട് അവൻ തീരുമാനിച്ചിട്ടില്ല. എനിക്ക് ഉറപ്പുണ്ടമ്മേ, അവന് ജീവിതത്തിൽ വിജയിക്കാണ്ട് പറ്റും. അവനും ഇത്ര നല്ല ഉയരങ്ങളിൽ എത്തുമെന്ന് എനിക്കറിയാം. ഇന്നത്തെ കാലം കഷ്ടപ്പെടുന്നവനെ ജീവിക്കാൻ പറ്റുള്ളൂ അമ്മേ, അല്ലാതെ ഒന്നും ചെയ്യാതെ വീട്ടിൽ കയറി ഇരിക്കുന്നവനെ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് പറയാം. എന്നാലും അതൊക്കെ എനിക്കറിയാം. പക്ഷെ അവന്റെ കഷ്ടപ്പാട് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല മീനു എന്ന് പറയാണ്. സാരമില്ലമ്മേ, ഇപ്പോഴും അവൻ കഷ്ടപ്പെട്ടാലും അവന്റെ അതിന്റെ പ്രതിഫലം കിട്ടും. ദൈവം അവൻ പ്രതിഫലം കൊടുക്കും. അവന്റെ കഷ്ടപ്പാടുകളൊക്കെ ദൈവം കണ്ടുകൊണ്ടല്ലേ ഇരിക്കണേ എന്ന് പറയാണ്. എന്നാലും സ്വന്തം മകൻ ഇങ്ങനെ കടന്ന് അധ്വാനിക്കുന്നത് കാണുമ്പോൾ ഗോമതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് മീനാക്ഷി അങ്ങോട്ട് പോവാണ്. അതിനുശേഷം മിത്ര പതിവ് പോലെ കോളേജിലെത്തി. കോളേജെല്ലാം കഴിഞ്ഞിട്ട് ആരിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കോളേജിന് മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് മിത്രയെ കാഴ്ച കാണുന്നത്. അങ്ങനെ നിൽക്കേണ്ട സമയത്താണ് അതിനോട് മിഥുൻ ഒരു ബൈക്ക് പാസ് ചെയ്തു പോകുന്നത്. പെട്ടെന്ന് മിത്രയെ നോക്കി, ഇത് മിഥുനാണോ തോന്നിയതായിരിക്കും ഓർത്തു. വീണ്ടും പിന്നീട് അവനോട് അങ്ങോട്ട് പാസ് ചെയ്തു പോവാണ്. ഒരു നിമിഷം മിത്രയെ ഞെട്ടിപ്പോ, ഇത് അവൻ തന്നെയല്ലേ, മിഥുൻ അല്ലേന്ന് ചോദിക്കണം. ഓഹോ, അപ്പൊ അവൻ ഗൾഫിലേക്ക് പോയെന്ന് പറഞ്ഞ് വെറുതെ ആയിരുന്നു.
ഇവന്റെ ഫ്രണ്ട് പറഞ്ഞ് ഗൾഫിൽ പോയെന്നാ. അപ്പൊ ഇവൻ പോയിട്ടില്ല, ഇവിടെയൊക്കെ തന്നെയുണ്ട്. ഇതിന്റെ ലക്ഷ്യം അത് തന്നെയായിരുന്നു. കാരണം അവളുടെ മുൻപിൽ ഒന്ന് പോയി ദർശനം കൊടുക്കുക, താൻ ഇവിടെ ഉണ്ട്, ഒരിടത്തും പോയിട്ടില്ലെന്ന് അവളെ ഒന്ന് അറിയിക്കുക, അത് മാത്രമായിരുന്നു. മിത്രയ്ക്കാണ് ഭ്രാന്തിളകുന്ന പോലെ തോന്നി. മിത്ര പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോ തന്നെ അവൻ കണ്ടില്ല, അവനങ്ങോട്ട് പോയി. അപ്പൊ ഇവൻ ഇവിടെയുണ്ട്. ഇങ്ങനെയാണ് വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അവനെ കയ്യോടെ പിടികൂടണം. പാവം ആര്യൻ, ഇവൻ ഒറ്റയൊരുത്തൻ കാരണം ഇപ്പൊ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഇവനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അവൻ എവിടെയാ എന്താന്ന് എങ്ങനെ അറിയാൻ കഴിയുന്നേ. ഒരു കാര്യം തീരുമാനിച്ചു, എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യം ആരിനോട് പറയണം. ഒരുപക്ഷെ ആരിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടോന്ന് അറിയില്ല. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ആരിനോട് പറയാൻ തന്നെ മിത്ര തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇതിന്റെ ഫുൾ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ. എല്ലാവരും മറക്കാതെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.